സംസ്ഥാനത്താകെ പ്രചാരണത്തിന് ആക്കം കൂട്ടുമ്പോൾ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്കാണ് കോളടിച്ചിരിക്കുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയ ആവേശത്തിന്റെ ആസ്ഥാനമായി മാറിയിരിക്കുകയാണ് കൊല്ലം പായ്ക്കട റോഡിലെ പ്രശസ്തമായ കൊടിക്കട. സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വോട്ടിനായി നിരത്തിലിറങ്ങുമ്പോൾ പ്രചാരണത്തിന് നിറമേകുന്ന കൊടികളും തോരണങ്ങളുമാണ് ഇവിടെ വിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലം മുതൽ കൊല്ലത്തെയും സമീപ ജില്ലകളിലെയും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ സാമഗ്രികൾ എത്തിക്കുന്നത് ഈ കടയാണ്. പ്ലാസ്റ്റിക് പ്രചാരണ സാമഗ്രികൾ പൂർണ്ണമായും ഒഴിവാക്കി ഹരിത ചട്ടപ്രകാരമുള്ള ഉൽപ്പന്നങ്ങളാണ് കടകളിലേറെയും ഉള്ളത്. ഓൺലൈൻ പ്രചാരണം മുന്നിലായാലും കൊടികളും ബാനറുകളും ഇപ്പോഴും പ്രചാരണത്തിന്റെ ഭാഗമാണെന്നാണ് കടയുടമ സുൽഫിക്കർ പറയുന്നത്. നമുക്ക് ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഈ ഹോൾസെയിൽ തുടങ്ങിയായിരുന്നു. പിന്നെ ഡേറ്റ് ആയതിനു ശേഷം ചിഹ്നങ്ങൾ റീറ്റെയിൽ പോകുന്നുണ്ട്. അപ്പം വരുന്നുണ്ട്, കുറേ കുഴപ്പമില്ല. കൂടുതൽ പഴയനേക്കായി വ്യത്യസ്തതയാണ്. കുഴപ്പമില്ല. കൂടുതൽ ഐറ്റങ്ങൾ എന്താ പോകുന്നത്? കൂടുതലും പോകുന്നത് ഈ അലങ്കരിക്കുന്ന സാധനങ്ങളാണ് കൂടുതൽ പോകുന്നത്. കൊടികളും തോരണങ്ങളും എല്ലാവരുടെയും കാണും എപ്പോഴും. അല്ലാതെ ഈ ഫാൻസി ആയിട്ടുള്ള സാധനങ്ങൾ ഈ ഇലക്ഷൻ സമയം മാത്രം ഇറങ്ങുന്ന കുറേ സാധനങ്ങൾ അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഈ പാർട്ടി സാധനങ്ങളല്ലാതെ വേറെ എന്താ ഉണ്ട്? നമുക്ക് മെയിനായിട്ട് പ്രിൻറ്റിങ് മെറ്റീരിയലാണ്. അങ്ങനെയാണ് ഇതായിട്ട് ബന്ധപ്പെടാൻ കാരണം. പ്രസിൻ്റെ പ്രിൻറ്റിങ്ങിന് ആവശ്യമായ കെമിക്കൽസും ഇങ്കുകൾ അതൊക്കെയാണ് നമ്മുടെ മെയിൻ ബിസിനസ്. ഇപ്പം മെയിനായിട്ട് ഇപ്പം അറിയപ്പെടുന്ന കൊടിക്കട എന്നാ. മറ്റേ പേരൊക്കെ മാഞ്ഞ് ഇപ്പോൾ കൊടിക്കട എന്ന് പറഞ്ഞാലേ കമ്പോളത്തെ അറിയത്തുള്ളൂ. എല്ലാ പാർട്ടികളുടെയും കൊടികളും ചിഹ്നങ്ങളും ഒരിടത്ത് ലഭിക്കുന്നതിനാൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ സാമഗ്രികൾ വാങ്ങാനെത്താറുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ കൊല്ലം പായ്ക്കട റോഡിലെ കൊടിക്കടയും അതിനൊപ്പം തന്നെ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സീ മലയാളം ന്യൂസ്, കൊല്ലം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.